അങ്ങനെ കാരക്കാട് ഉളുപ്പുണിയിലേക്ക് യാത്ര പോകാട്ടോ. നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ ഈ സീസണിൽ ആദ്യമായിട്ടാ പോകുന്നത്. ക്ലൈമറ്റ് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ സീസണിന്റെ പ്രത്യേകത. നല്ല മഴയായിരുന്നോണ്ട് പോകുന്ന വഴി തന്നെ വെള്ളച്ചാട്ടത്തിന് നിലയായിരുന്നു കേട്ടോ. മഴയത്ത് ഈ പോക്ക് തന്നെ ഒന്നൊന്നര വൈബാണ്. മഴ നനഞ്ഞോണ്ട് പോകുന്ന ആദ്യം ഓർത്ത് എന്തോ തോന്നി കോട്ട് മേടിച്ചത് ഭാഗ്യം, അല്ലെങ്കിൽ ഇവിടെയൊക്കെ എത്തുമ്പോ കോച്ചി പോയാനെ. നല്ല അടിപൊളി വെള്ളച്ചാട്ടം കണ്ടോ കേട്ടോ. എന്ത് രസമാന്ന് നോക്കി. സത്യം പറഞ്ഞ ഉളുപ്പുണിക്ക് പോകാതെ ഇവിടെ കുളിച്ചാലോ എന്ന് ആലോചിച്ചാ. പക്ഷെ അതിന് വേണ്ടി ഇറങ്ങിയില്ല. അപ്പൊ എന്തായാലും പോകണം. ചായക്കട കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചായ കുടിക്കാതെ പോകുന്ന മോശമാട്ടോ. അങ്ങനെ നല്ല കോഫിയും ബജിയും അങ്ങോട്ട് കഴിച്ചു. പിന്നെ നേരെ വാഗമൺ പള്ളി പോയി അസർ നിസ്കരിച്ചു കേട്ടോ. ഈ തണുപ്പത്തെ കൊതു കൊടുക്കണേൽ ഒന്നൊന്നര റേഞ്ച് വേണം. ഇതാണ് നമുക്ക് ഓഫ് റോഡ് പോകാൻ എൻട്രൻസ്. കല്ലും മുള്ളെന്ന് പറഞ്ഞ വഴിയൊക്കെ പയ്യെ പയ്യെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി എന്തായാലും അങ്ങോട്ട് വണ്ടി മര്യാദക്ക് ഓടിച്ച് നടക്കുകയില്ല. ഉളുപ്പുണിയിൽ വന്ന ഓഫ് റോഡ് മാത്രമല്ല നല്ല അന്യായ വ്യൂ കൂടെ കൗണ്ട് ചെയ്യാൻ കേട്ടോ. സ്ഥലമൊക്കെ മൊത്തത്തിൽ ഒരു ഹെവൻലി വ്യൂ ആയി. ടോട്ടലി 3 മല കയറി ഇറങ്ങി, 2 കഴിഞ്ഞു. ഓരോ മല കയറി ഇറങ്ങി കഴിയും തോറും വേറെ എവിടെയൊക്കെ നിൽക്കുന്നോട് തോന്നും കേട്ടോ. അത്ര രസം ഇവിടെയൊക്കെ കാണാം. ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നത് എന്തായാലും പറഞ്ഞു കേട്ടോ. നല്ല മഴയത്തൊന്നും അത്രയും നല്ലത്. ഇവിടെ എത്തിയപ്പോൾ നല്ല മഴയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മഡി ഓഫ് റോഡ് എക്സ്പ്ലോർ ചെയ്യായിരുന്നു കേട്ടോ. അതാവുമ്പോൾ നമുക്ക് ഇങ്ങനെ കൂടെ വളർത്തിച്ചാടാം. ഈ മുന്നോട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേ വേറെ ഓഫ് റോഡ് അങ്ങോട്ട് വണ്ടി തള്ളി കയറ്റാൻ വേണ്ടി ആ മലയുടെ മുകളിൽ എത്തിയപ്പോൾ നല്ല അടിപൊളി വ്യൂ. അത്യാവശ്യം ആസ്വദിച്ചില്ല കഴിഞ്ഞപ്പോൾ വീട് പിടിക്കാൻ ഓർത്ത് വീടെത്തി ഇച്ചാന്റെ സർബത്ത് കടയിൽ നല്ലൊരു മക്രോണി കേട്ടോ. അറേബ്യൻ മക്രോണി. അപ്പൊ ഓക്കെ എന്നാ ബാക്കി നാളെ പറയാം.